കൊല്ലം പാർലമെന്റ് നിയോജക മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് ചിത്രം ഇപ്പോൾ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് മാത്രമാണ് അവിടെ മൂന്നാം മുന്നണിയായ NDAയുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. BJP സ്ഥാനാർത്ഥികളുടെ പട്ടികയിൽ അവസാനമായി പ്രഖ്യാപിക്കപ്പെട്ട ഒരാളാണ് ഒരു സീരിയൽ സിനിമാ നടനായ കൃഷ്ണകുമാർ എന്ന BJP സ്ഥാനാർത്ഥി. എന്നാൽ വളരെ നേരത്തെ തന്നെ രംഗത്തിറങ്ങിയ രണ്ട് സ്ഥാനാർത്ഥികളാണ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നിലവിലെ പാർലമെന്റ് അംഗമായ ശ്രീ NK പ്രേമചന്ദ്രനും കേരള നിയമസഭയിൽ ഇപ്പോൾ അംഗമായിരിക്കുന്ന LDFന്റെ പ്രതിനിധിയായി മത്സരിക്കുന്ന ശ്രീ മുകേഷും പ്രേമചന്ദ്രനും വളരെ നേരത്തെ തന്നെ പ്രവർത്തനം ആരംഭിച്ചിരുന്നു. കൊല്ലത്ത് ആരായിരിക്കണം സ്ഥാനാർത്ഥി എന്ന കാര്യത്തിൽ BJP വൃത്തങ്ങളിൽ ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ടാണ് അവരുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ ഇത്രയും വൈകിയത്. എന്നാൽ അവർ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഒരു നടനെ രംഗത്തിറക്കിയിരിക്കുന്നത്. ഒരുപക്ഷെ LDF മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതും ഒരു നടനായതുകൊണ്ട് ഒരു നടനെ നേരിടാൻ മറ്റൊരു നടനാണ് ഉഷ്ണേന ശാന്തി എന്ന് പറയുന്നത് പോലെ ഒരു നടനെ മറ്റൊരു നടനെ കൊണ്ട് നേരിട്ട് കളയാമെന്നുള്ള വലിയ കണക്കുകൂട്ടലിലായിരിക്കാം BJP ഈ കൃഷ്ണകുമാറിനെ രംഗത്തിറക്കിയിരിക്കുന്നത്. താരതമ്യേന കൃഷ്ണകുമാർ മുകേഷിനേക്കാൾ പ്രാമുഖ്യം അല്പം കുറഞ്ഞ ഒരു നടനാണ്. എന്നാൽ ഇത് ഈ പറയുന്ന നാട്യവുമായി അല്ലെങ്കിൽ അഭിനയവുമായി കുലബന്ധം പോലുമില്ലാത്ത ഒരു സ്ഥാനാർത്ഥിയാണ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പേരിൽ RSP സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന നിലവിലുള്ള MP ആയ ശ്രീ NK പ്രേമചന്ദ്രൻ. ശ്രീ NK പ്രേമചന്ദ്രന്റെ രാഷ്ട്രീയ ചരിത്രം അറിയാത്തവർ കേരളത്തിൽ ആരുമില്ല. അദ്ദേഹം RSPയുടെ വിദ്യാർത്ഥി വിഭാഗം മുതൽ യുവജന വിഭാഗം മുതൽ അനേക വർഷങ്ങളായി മുഴുസമയ പൊതുപ്രവർത്തകനായി രാഷ്ട്രീയ പ്രവർത്തകനായി രംഗത്ത് നിറഞ്ഞു നിൽക്കുന്നയാളാണ്. അദ്ദേഹം കൊല്ലത്ത് നിന്ന് അസംബ്ലിയിലേക്കും തെരഞ്ഞെടുക്കപ്പെട്ട് ഈ കേരള സംസ്ഥാനത്ത് ഒരു മന്ത്രിയായി പ്രവർത്തിച്ച പാരമ്പര്യം കൂടിയുള്ള വളരെ പ്രഗത്ഭനായിട്ടുള്ള ഒരു രാഷ്ട്രീയ പൊതുപ്രവർത്തകനാണ്. അദ്ദേഹത്തിന്റെ പാർലമെന്ററിയൻ എന്ന രീതിയിലുള്ള അംഗീകാരം ദേശീയ പ്രാധാന്യം പിടിച്ചു പറ്റിയതാണ്. ഏറ്റവും നല്ല പാർലമെന്റേറിയൻ എന്നതിനുള്ള അവാർഡ് ദേശീയ തലത്തിൽ 2-3 പ്രാവശ്യം ലഭിച്ച ലബ്ധപ്രതിഷ്ഠനായ വളരെ അംഗീകാരമുള്ള ഒരു പാർലമെന്റേറിയനാണ് ശ്രീ NK പ്രേമചന്ദ്രൻ. അദ്ദേഹം അഭിഭാഷകനാണ്, എങ്കിലും പൂർണ്ണസമയ രാഷ്ട്രീയ പ്രവർത്തകനാണ്. അദ്ദേഹത്തിന്റെ പാർലമെന്റിലെ പ്രസംഗങ്ങളും ചോദ്യങ്ങളും ചർച്ചയിലുള്ള പങ്കാളിത്തവും ഒക്കെ അദ്ദേഹത്തിന്റെ എതിരാളികൾ പോലും ശ്രദ്ധയോടെ കേട്ടുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തെ രാഷ്ട്രീയമായി എതിർക്കുന്നവർ പോലും അദ്ദേഹത്തെ മനസ്സിന്റെ ഉള്ളിൽ ആദരിക്കുന്നുണ്ട് എന്നുള്ളതാണ് പരമമായ സത്യം. ഭാഷാ വ്യത്യാസമില്ലാതെ പ്രാദേശികത ഒന്നുമില്ലാതെ തന്നെ എല്ലാ പാർട്ടിയിലും പെട്ട ഉത്തരേന്ത്യയിലും പശ്ചിമേന്ത്യയിലും കിഴക്കൻ മേഖലയിലുമുള്ള എല്ലാ സംസ്ഥാനത്തു നിന്നുമുള്ള പാർലമെന്റ് അംഗങ്ങൾ അദ്ദേഹത്തിന്റെ പ്രസംഗവും ചർച്ചയും ഒക്കെ വളരെ ശ്രദ്ധയോടുകൂടെ കേട്ടുകൊണ്ടിരിക്കുന്നവരാണ്. സഭാ അധ്യക്ഷന്മാർ വരെ അദ്ദേഹത്തെ വളരെയേറെ പ്രശംസിച്ചിട്ടുണ്ട്. അദ്ദേഹം കാര്യങ്ങൾ പഠിച്ച് പാർലമെന്റിൽ അവതരിപ്പിക്കുന്ന ശക്തനായ ഭാഷയിൽ പ്രസംഗിക്കുന്ന ഒരു പാർലമെന്റേറിയനാണ്. അദ്ദേഹം സംസ്ഥാനത്ത് മന്ത്രിയായിരുന്ന കാലഘട്ടത്തിലും അദ്ദേഹത്തിനെതിരായി യാതൊരു ആരോപണവും ഉന്നയിക്കാൻ പ്രതിപക്ഷ കക്ഷികൾക്ക് പോലും കഴിഞ്ഞിട്ടില്ല. വളരെ നിർമ്മലമായ സത്യസന്ധമായ സുതാര്യമായ ഇടപെടലുകളിലൂടെയാണ് അദ്ദേഹം പൊതുജനങ്ങളുമായി സംവദിക്കുന്നത്. ആ തരത്തിൽ കൊല്ലത്തുള്ള അദ്ദേഹത്തിന്റെ അംഗീകാരം അത്ര എളുപ്പത്തിൽ തുടച്ചു മാറ്റുക എന്ന് പറയുന്നത് സാധാരണക്കാർക്ക് സാധ്യമല്ല. 2019 നടന്ന തെരഞ്ഞെടുപ്പിൽ 1,48,856 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ്
അന്നത്തെ എതിരാളിയെ അദ്ദേഹം പരാജയപ്പെടുത്തിയത്. അന്നത്തെ എതിരാളി ചില്ലറക്കാരനായിരുന്നില്ല. ഇന്ന് കേരളത്തിന്റെ ധനമന്ത്രിയായിരിക്കുന്ന ശ്രീമാൻ KN ബാലഗോപാലായിരുന്നു CPM-ന്റെ സ്ഥാനാർത്ഥിയായി NK പ്രേമചന്ദ്രനെ 2019 തെരഞ്ഞെടുപ്പിൽ കൊല്ലത്ത് നേരിട്ടത്. CPM-ന്റെ എല്ലാ ആയുധങ്ങളും അവർ പ്രേമചന്ദ്രനെതിരായി ഉപയോഗിച്ചു. ബഹുമാന്യനായ കേരള മുഖ്യമന്ത്രി തന്നെ അദ്ദേഹത്തെ വളരെ മോശമായ രീതിയിൽ വിശേഷിപ്പിച്ചത് കേരള രാഷ്ട്രീയത്തിന്റെ ചരിത്രത്തിൽ ഇപ്പോഴും മായാതെ കിടക്കുന്നു. അപ്പോൾ എല്ലാ തരത്തിലും അദ്ദേഹത്തെ പരാജയപ്പെടുത്താൻ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉന്നതന്മാരായ നേതാക്കന്മാർ കിണഞ്ഞ് പരിശ്രമിച്ചിട്ടും 1,48,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തോടുകൂടി കൊല്ലം നിയോജക മണ്ഡലത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ആളാണ് ശ്രീ NK പ്രേമചന്ദ്രൻ എന്നുള്ളത് മറക്കാൻ കഴിയുന്നതല്ല. ഈ പ്രാവശ്യവും അദ്ദേഹത്തിന്റെ ജനസമ്മതി പൊതുവെ അംഗീകരിക്കപ്പെട്ടതാണ്. കൊല്ലം റെയിൽവേ സ്റ്റേഷന്റെ വികസനം, കൊല്ലം ചെങ്കോട്ട പാതയുടെ വികസനം, കൊല്ലത്ത് നിന്ന് ചെങ്കോട്ട വഴി തമിഴ്നാട്ടിലേക്കുള്ള ട്രെയിനുകളുടെ ലഭ്യത, അതുപോലെ തന്നെ കൊല്ലത്ത് നിന്ന് തിരുവനന്തപുരം വഴിയായി കടന്നു പോകുന്ന ദേശീയപാതയുടെ നവീകരണത്തിൽ ഒരു പാർലമെന്റ് അംഗം എന്ന രീതിയിലുള്ള ഇടപെടലുകൾ, കൊല്ലം ബൈപ്പാസിന്റെ നിർമ്മാണത്തിൽ അദ്ദേഹം വഹിച്ച പങ്ക് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൊല്ലത്ത് അടയാളപ്പെടുത്തിയിട്ടുള്ളതാണ്. അത്രയും പ്രശസ്തനായിട്ടുള്ള ദേശീയ അംഗീകാരമുള്ള ശ്രീ NK പ്രേമചന്ദ്രൻ വളരെ എളുപ്പത്തിൽ കൊല്ലത്ത് നിന്ന് വീണ്ടും തെരഞ്ഞെടുക്കപ്പെടുമെന്നാണ് ബഹുഭൂരിപക്ഷം ജനങ്ങളും കരുതിയിരിക്കുന്നത്. മുകേഷ് താരതമ്യേന NK പ്രേമചന്ദ്രനുമായി നമ്മൾ ബന്ധിപ്പിക്കുമ്പോൾ ഒരു ബലത്ത സ്ഥാനാർത്ഥിയാണ് എന്ന് ആർക്കും അഭിപ്രായമില്ല. ദുർബലനായ ഒരു സ്ഥാനാർത്ഥി തന്നെയാണ് പ്രേമചന്ദ്രന്റെ മുൻപിൽ മുകേഷ് എന്ന കാര്യത്തിൽ തർക്കമില്ല. മുകേഷിനോടുള്ള എല്ലാ ആദരവും വെച്ചുകൊണ്ട് തന്നെ ആളുകൾ പറയുന്നു, മുകേഷിന് NK പ്രേമചന്ദ്രനെ നേരിട്ട് അദ്ദേഹത്തെ പരാജയപ്പെടുത്തുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതുതന്നെയാണ് യഥാർത്ഥത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്നതും അത് നാം വരും ദിവസങ്ങളിൽ കാണാൻ പോവുകയാണ്. BJP-യെ സംബന്ധിച്ചിടത്തോളം അവിടെ മത്സരിക്കുന്നതിന് വേണ്ടി മത്സരിക്കുന്നു എന്ന് മാത്രമാണ് പറയേണ്ടിയിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം തന്നെ 4%-ലധികം വോട്ട് മാത്രമാണ് കൊല്ലം പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ ഈ പറയുന്ന മൂന്നാം സ്ഥാനത്തെത്തിയ BJP-യുടെ സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത്, അല്ലെങ്കിൽ NDA മുന്നണിക്ക് ലഭിച്ചത്. അതിൽ നിന്നൊന്നും വലിയ രാഷ്ട്രീയ കാലാവസ്ഥ മാറ്റം കൊല്ലത്ത് സംഭവിച്ചിട്ടില്ല. അവിടുത്തെ കശുവണ്ടി തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതായിട്ടുണ്ട്. കൊല്ലത്തിന്റെ അടിസ്ഥാനപരമായ പല വികസന ആവശ്യങ്ങൾ നിറവേറ്റതായിട്ടുണ്ട്. ആ കാര്യങ്ങളിലൊക്കെ പ്രേമചന്ദ്രൻ എടുക്കുന്നതായിട്ടുള്ള നേതൃത്വം വളരെ ശ്ലാഘനീയമാണ്. മുകേഷ് ഒരു നിയമസഭാ അംഗം ആണെങ്കിൽ പോലും കൊല്ലത്തിന്റെ വികസനത്തിൽ വലുതായി ഒന്നും അദ്ദേഹത്തിന് സംഭാവന ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്ന ഒരാക്ഷേപവും ജനങ്ങളുടെ ഇടയിലുണ്ട്. അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് പ്രേമചന്ദ്രൻ വിജയിക്കും എന്ന് തന്നെയാണ് രാഷ്ട്രീയം വലുതായി കൈകാര്യം ചെയ്യാത്ത ആളുകൾ പോലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കൊല്ലത്തെ മത്സരത്തിൽ അപ്രതീക്ഷിതമായി ഒന്നും സംഭവിക്കാൻ സാധ്യത വളരെ കുറവാണ്. NK പ്രേമചന്ദ്രൻ അദ്ദേഹത്തിന്റെ പാരമ്പര്യം നിലനിർത്തിക്കൊണ്ട് തന്നെ അവിടെ എതിരായി നിൽക്കുന്ന LDF-ന്റെയും അതുപോലെ മൂന്നാം മുന്നണിയുടെയും സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് വരും എന്ന് തന്നെയാണ് കേരളത്തിലെ രാഷ്ട്രീയ വൃത്തങ്ങൾ മുഴുവൻ പ്രതീക്ഷിക്കുന്നതും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് ഇവിടെ ഏറ്റുമുട്ടാൻ അദ്ദേഹത്തോളം പ്രാഗൽഭ്യമുള്ളവരെ LDF-ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളത് കൊണ്ടാണ് ഒരു നിയമസഭാ സാമാജികനെ അദ്ദേഹത്തിനെതിരായി നിർത്താനായി LDF തീരുമാനിച്ചത്. LDF-ന് അറിയാം, ഏതെങ്കിലും കാരണവശാൽ അവരുടെ സ്ഥാനാർത്ഥി വിജയിക്കുകയാണെങ്കിൽ കൊല്ലത്ത് നിയമസഭയിലേക്ക് ഒരു ഉപതെരഞ്ഞെടുപ്പ് നടത്തേണ്ടതായിട്ട് വരും. ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അതൊരു ഞാണിന്മേൽ കളിയാണ് എന്ന് അവർക്കറിയാമെങ്കിൽ പോലും അവർക്ക് മറ്റൊരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ വളരെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് നിലവിലുള്ള ഒരു നിയമസഭാ സാമാജികനെ
പാർലമെന്റിലേക്ക് മത്സരിപ്പിക്കാൻ അവർ തയ്യാറായത് എന്നത് എടുത്തു പറയേണ്ടതാണ്. ഇപ്പോൾ അവർക്ക് ആശങ്ക വളരെയേറെയുണ്ട്. വലിയ പ്രതീക്ഷയില്ലാത്ത ഒരു മണ്ഡലമാണെന്ന് പരോക്ഷമായി അത്തരം സ്ഥാനാർത്ഥിയിലൂടെ തെളിയിക്കപ്പെടുന്നു. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ കൊല്ലത്തെ തെരഞ്ഞെടുപ്പ് വലിയ അട്ടിമറിയൊന്നും ഉണ്ടാക്കുന്നതല്ല. തെരഞ്ഞെടുപ്പ് ഫലത്തെ സംബന്ധിച്ച് ഏകദേശമൊക്കെ പൊതുസമൂഹത്തിന്റെ മനസ്സിലൊരു ധാരണ ഉണ്ടായിട്ടുണ്ട്. ഇനിയും എത്ര ദിവസങ്ങൾ അവശേഷിച്ചാലും കൊല്ലത്തെ രാഷ്ട്രീയ കാലാവസ്ഥയ്ക്ക് വലിയ മാറ്റമുണ്ടാകുമെന്ന് ആരും കരുതുന്നില്ല.